ഹിസ്ബുള്ള പോരാളികളുടെ മൊബൈലിൽ 30 മെസ്സേജ് വന്ന് ഈ പേജറിനകത്ത് കുത്തുന്നതിനകത്ത്. നമ്മുടെ വാട്സപ്പിൽ കൂടുതൽ വന്നാൽ ഡിലീറ്റ് സം ഐറ്റംസ്, മൊബൈലിൽ വന്നാൽ നോ സ്പേസ്, മെസ്സേജ് മാറ്റാൻ പറയും. ഇത് പടപട വന്ന് യവന്മാർ ഞാൻ ഞെക്കിക്കൊണ്ടിരുന്നപ്പോൾ അടിക്ക് ബാറ്ററി ചൂടായി. അതിനകത്തെ ലിഥിയം ബാറ്ററി പൊട്ടി, വാക്കി ടോക്കികളും പൊട്ടി. 2800 പേജർ ഇസ്രയേൽ പൊട്ടിച്ചത്. 38 പേർ മരിച്ചു. ഇന്നും അനവധി പേർ ആശുപത്രിയിൽ. ലോക രാജ്യങ്ങളുടെ ചുമതല എതിർ ക്രിസ്തുവിൻ്റെ കിട്ടിയാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ സാംസങ്, ആപ്പോ, വിവോ, ഇതിൻ്റെ ബാറ്ററിക്കകത്ത് സ്ഫോടക വസ്തു ഉണ്ടെന്ന് ആർക്കറിയാം? ചക്കച്ചോളയാണോ കുത്തി തുറന്നു നോക്കാൻ? പ്രാർത്ഥിച്ചോണ്ടാ മതി അമ്മമ്മ, സ്വോത്രം. ചക്കച്ചോളയല്ലത് കുത്തി തുറന്നു നോക്കാം, സ്വോത്രം. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മൊബൈൽ ചൂടായാൽ, കയ്യിലിരിക്കുന്ന ബാറ്ററി പൊട്ടിത്തെറിച്ചാൽ മനുഷ്യകുലത്തിന് സൈബർ അറ്റാക്ക് വരാൻ പോന്നു. ഞാനല്ല, ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ, PSC കേട്ടിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരെഴുത്. ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്റെ പേര് അലൻ ടോറി. അലൻ ടോറി പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ത്യദിനം ഈ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അതിന്റെ സാമ്പിള ഹിസ്ബുള്ളയുടെ 2800 പേജർ പൊട്ടിയെങ്കിൽ, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, സ്മാർട്ട് മൊബൈൽ, സ്മാർട്ട് ലാപ്ടോപ്പ്, നിങ്ങളുടെ വീട്ടിൽ ഇനി ഇലക്ട്രിസിറ്റി കൊണ്ടുവെക്കുന്ന സ്മാർട്ട് മീറ്റർ, അതും ബാർകോഡാ. ഇനി ലൈമാൻ വീട്ടിൽ വരണ്ട, ആ കറുത്തേ നിങ്ങളുടെ മൊബൈലിൽ റീഡിങ് വരും. ഇത് ഓഫീസുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ബാർകോഡ്. അവരവിടെ വെച്ച് ഞെക്കി നോക്കും. കുഞ്ഞമ്മാമ നെയ്യാറ്റിൻകര ശബരി സൂപ്പർ മാർക്കറ്റ് ബാർകോഡ് കീ പേന 12 രൂപ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇതുപോലെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഞെക്കിയാൽ റീഡിങ് മൊബൈലിൽ വരും, ഓൺലൈനിൽ പൈസ അടയ്ക്കാം. അതിൻ്റെ ആ സ്മാർട്ട് മീറ്റർ അതുവരെ അതിനകത്ത് എന്തുവെന്നറിയത്തില്ല. അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉലകത്തിൽ ഉണ്ടാകാൻ പോകുന്നു.